അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ നമുക്കൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ ഒരു വീഡിയോ. അങ്ങോട്ട് പോ ഞാനത് പറയട്ടെ. മോനുസ് നല്ല പാപ്പനോട് നല്ല കോളായിരിക്കും. എടാ ഈ പോടാ, ഇങ്ങനെ നോക്കി എനിക്ക് പറയാൻ കഴിയില്ല, എന്താ തൊണ്ടതാന്ന്. അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് എടുക്കാം എന്നുള്ളത് നോക്കാൻ പോവാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് എൻ്റെ അറിയുന്ന ഒരാൾ അവർ യൂട്യൂബ് ചാനൽ എടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഓൾറെഡി. പക്ഷെ അത് അവരുടെ അടുത്ത് നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ എങ്ങനെ ഡിലീറ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ ആര് ഹാക്ക് ചെയ്തതാണോ എന്താ സംഭവം എന്നൊന്നും അറിയില്ല കേട്ടോ. പെട്ടെന്ന് സുപ്രഭാതത്തിൽ അത് ഡിലീറ്റ് ആയിപ്പോയി ആ ചാനൽ. അപ്പോൾ വല്ല കോപ്പി റൈറ്റോ കോപ്പി സ്ട്രൈക്കോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടാണോ എന്നോ അല്ലെങ്കിൽ യൂട്യൂബിനെ എടുത്ത് കളഞ്ഞതാണോ ഒന്നും അറിയില്ല. അപ്പോൾ ആൾക്ക് എന്തായാലും യൂട്യൂബ് ചാനലിൽ പോയപ്പോൾ ഭയങ്കര വിഷമമായിട്ടോ. പക്ഷേ തുടക്കക്കാരിയാണ് ആൾ, ബിഗിനറാണ്. പക്ഷെ എന്താണെന്നുള്ളത് അറിഞ്ഞൂടാ. നല്ല വീഡിയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളാണ്. പിന്നെ അതുപോലെ തന്നെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അങ്ങനെ കൊണ്ടുപോകാം, വീഡിയോ ചാനൽ കൊണ്ടുപോകാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. പെട്ടെന്ന് ആളുടെ ചാനൽ പോയപ്പോൾ ആൾക്ക് ഭയങ്കര വിഷമമായി. എന്ത് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം വേറൊരാൾക്ക് പുറത്ത് കൊടുത്തിട്ട് ചെറിയൊരു ചുമ ഉണ്ട് കേട്ടോ, അതാണ് സൗണ്ടൊക്കെ അടിഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ പുറത്തുനിന്ന് വേറെ സൗണ്ട് കേൾക്കാം കേട്ടോ. മക്കൾ TV കാണാണ്, അപ്പോൾ അതൊക്കെ ഇറിറ്റേറ്റ് ആവുകയാണെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ആൾ ചാനൽ തുടങ്ങിയതിന് ശേഷം ആൾക്ക് ഇങ്ങനെ വീട്ടിൽ പ്രത്യേകിച്ച് നെഗറ്റീവും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാവരും സപ്പോർട്ട് തന്നെയാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ചാനൽ ആരെങ്കിലും ഹാക്ക് ചെയ്തതാണോ എന്നൊക്കെ ഉള്ള ഡൗട്ട് ആൾക്കുണ്ട്. അവർക്ക് അതിൻ്റെതായ റീസൺ എന്തെങ്കിലും കാണും, അതുകൊണ്ടായിരിക്കും കേട്ടോ അങ്ങനത്തെ ഒരു ഡൗട്ട്. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫോൺ പുറത്ത് കൊടുത്തിട്ട് അറിയുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ട് ഇതെന്തെങ്കിലും ചെയ്ത് തരാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ചാനൽ വീണ്ടെടുക്കാൻ പറ്റുമോ എന്നൊക്കെ അവർ കുറേ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് പക്ഷെ ആർക്കും പറ്റിയില്ല. അപ്പോൾ ആളിനോട് പറഞ്ഞു നമുക്കൊരു ചാനൽ പുതിയതായിട്ട് തുടങ്ങാം, അല്ലാണ്ട് വേറൊരു വഴിയില്ലാന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു ഒരു ചാനൽ തുടങ്ങുക എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യലെന്നുള്ളത് ആളിനോട് ചോദിച്ചിട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും അവർക്കൊരു സ്ക്രീൻ റെക്കോർഡർ എടുത്തിട്ട് കാണിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ മുന്നേ ചാനൽ തുടങ്ങിയ ആളാണെങ്കിലും ചിലപ്പോൾ ആരെങ്കിലും തുടങ്ങി കൊടുത്തതോ അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒക്കെ ചെയ്ത് കൊടുത്തതായിരിക്കും. അതുകൊണ്ട് അറിയണ്ടാവില്ല എങ്ങനെ ചാനൽ തുടങ്ങുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനതൊരു വീഡിയോ ആയിട്ട് ഒരു സ്ക്രീൻ റെക്കോർഡർ എടുത്തിട്ട് ഇട്ടുതരാമെന്ന്. അപ്പോൾ എനിക്ക് തോന്നി അത് ഏതായാലും ഒരാൾക്ക് ഞാൻ അയച്ചു കൊടുക്കല്ലേ, അപ്പോൾ അത് കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എങ്ങനെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡർ ഈ സൈഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് എനിക്ക് കാര്യമായിട്ടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാരണത്താലും ബേക്കോട്ട് പോകാണ്ടിരിക്കുക. അതായത് നമ്മളിപ്പോൾ ചിന്തിക്കും, എൻ്റെ ഒക്കെ ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ ചാനൽ തുടങ്ങണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും എന്ത് കണ്ടന്റ് അപ്പോൾ ഞാൻ ചെയ്യുക, എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, എന്താ അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്ന് അങ്ങനെ കുറേ എനിക്ക് നീണ്ടു പോയിട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയതിന് ശേഷം ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കുറച്ച് മുന്നേ തുടങ്ങിയാൽ മതിയിരുന്നെന്ന്. കാരണം കുറേ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ അന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, കുറേ വീഡിയോസൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ കുടുംബത്തിൽ തന്നെ പല ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് മിസ്സായിപ്പോയി, അതൊന്നും ഇനി ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് തന്നെ നമ്മളങ്ങോട്ട് ചെയ്തോളാം, പ്രത്യേകിച്ചൊന്നും നോക്കണ്ട. പിന്നെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒരു കുക്കിംഗ് ചാനലാണ് തുടങ്ങാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ വിചാരിക്കും നമ്മുടെ അടുത്തുള്ള ഈ പാത്രങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാണ്, ആൾക്കാരത് കാണുമ്പോൾ മോശമല്ലേ എന്നൊക്കെ ആരായാലും വിചാരിക്കട്ടോ. പക്ഷേ നമ്മൾ നമ്മുടെ കയ്യിൽ പൈസ തരട്ടെ എന്നിട്ട് വാങ്ങാമെന്നൊക്കെ വിചാരിച്ച് എന്നിട്ടൊക്കെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇരുത്തം തന്നെ ഇരിക്കുകയുണ്ടാവുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. അതങ്ങനെ കാലം നീണ്ടു പോവല്ലാണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരില്ല. നമ്മളൊരു ചാനൽ തുടങ്ങാനോ അല്ലെങ്കിൽ നമ്മുടേതായ ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാനോ ഒന്നും നമ്മൾ നോക്കൂല. പക്ഷേ
എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളത് തോന്നുന്ന സമയത്ത് നമ്മളങ്ങോട്ട് ചെയ്തോളാം. കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ പുറകെ വന്നോളൂ. ഇപ്പോൾ എനിക്കൊന്നും പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഞാൻ അങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്ക് തോന്നുന്ന പോലെയൊക്കെ, അതായത് നല്ല വീഡിയോസൊക്കെ ഞാനങ്ങനെ ചെയ്യുന്നതെന്നുള്ളൂ കേട്ടോ. അല്ലാണ്ട് പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊന്നും എനിക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ മടി പിടിച്ചിരിക്കുന്നതോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അധികം നീട്ടിക്കൊണ്ടുവരുത്. നിങ്ങൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് പറ്റിയ നല്ല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ചെയ്യുക. നാട്ടുകാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിരുന്നാൽ നമ്മൾ ആ ഇരിക്കാൻ ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ ആൾക്കാരൊന്നും നമുക്ക് ഒന്നും കൊണ്ടുത്തരില്ല. പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് വീഡിയോസ് ചെയ്യാന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടുള്ള കാര്യം തന്നെ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു സ്കൂൾ സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ആണുങ്ങൾക്കോ അതുപോലെ വേറെ വല്ല കാറ്റഗറി പെടുന്ന ആൾക്കാർക്കൊന്നും എനിക്ക് തോന്നിയില്ല അത്ര ബുദ്ധിമുട്ടുണ്ടാവുന്നു. നമുക്ക് ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കുട്ടീനെ തന്നെ നോക്കിയിരിക്കാനോ അല്ലെങ്കിൽ വീട്ടിലുള്ള കാര്യങ്ങളും കുക്കിങ്ങും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കാൻ തന്നെ നമുക്ക് ടൈം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സമയം കണ്ടെത്താം. എനിക്കൊന്നും ഒട്ടും സമയം ഉണ്ടായിട്ടില്ല കേട്ടോ. എനിക്ക് 24 മണിക്കൂർ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിൽ 2 മണിക്കൂർ കൂട്ടി കിട്ടിയാലെന്ന് അത്രയും ആഗ്രഹിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ. കാരണം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം എക്സ്ട്രാ വേണം കേട്ടോ. പക്ഷേ അത് എന്തായാലും നടക്കൂലല്ലോ. 24 മണിക്കൂറുള്ളത് നമുക്ക് കൂട്ടാനൊന്നും പറ്റില്ല. പക്ഷെ ആ ഒരു സമയത്തിൽ നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാം. പിന്നെ വെച്ചാൽ ഇനിയിപ്പം നമ്മൾ ഒരു യൂട്യൂബ് ചാനലിന് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റൂ എന്നൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് വേറെ വരുമാനമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഇപ്പം പല ഓൺലൈൻ വെബ്സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, പല ജോലികളും വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിലൊക്കെ അത് നല്ലതാണ്. ഒരു ഇൻകം നമുക്കായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് മാത്രമേ ഞാൻ പറയുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് സ്ത്രീകളോടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഒരു മടി പിടിച്ചിരിക്കാണ്ട് എത്രയും പെട്ടെന്ന് തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുക. അപ്പോൾ ഈ ഒരു വീഡിയോ അവർക്കും കൂടി ഉള്ളതാണ്. അപ്പോൾ അവർക്കും കൂടി ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം വേണ്ടതൊരു ഇമെയിൽ ഐ ഡി കേട്ടോ. അപ്പോൾ ചിലർക്കൊക്കെ ഇമെയിൽ ഐ ഡി ഓൾറെഡി ഉണ്ടാവും. പക്ഷെ അത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇമെയിൽ ഐ ഡിയാണ് ആദ്യം തുടങ്ങേണ്ടത്. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡർ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. അപ്പോൾ അതും കൂടി നോക്കുക കേട്ടോ. ഞാൻ പറയുമ്പോൾ ചിലപ്പം പെട്ടെന്ന് മനസ്സിലായിക്കോളുന്നില്ല. സ്ക്രീൻ റെക്കോർഡർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മളൊരു ഗൂഗിൾ ഐ ഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോകട്ടോ. യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഏറ്റവും താഴെ നമ്മളൊരു റൗണ്ടിൽ കാണുമല്ലോ, യു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്പെല്ലിംഗ് ഒക്കെ ഉള്ള നമ്മുടെ ചാനലിൻ്റെ ഒരു ഐക്കൺ കാണുമല്ലോ, ആ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ചിലപ്പോൾ ഓൾറെഡി നമ്മളൊരു ഗൂഗിൾ ഐ ഡി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അതപ്പോൾ അവിടെ കാണിക്കട്ടോ. അപ്പോൾ നമുക്ക് പുതുതായിട്ടൊരു ഗൂഗിൾ ഐ ഡി ആണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ടാവും. ഇനിയിപ്പോൾ അല്ലെങ്കിലും ഒരു പ്ലസ് ഐക്കൺ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ എന്താക്കുക, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിലെത്തും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ഒരു ഇമെയിൽ ഓർ ഫോൺ ചോദിക്കുന്നുണ്ട്. ഫോൺ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമെയിൽ ഐ ഡിയോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുക, നമ്മളൊരു പുതിയതായിട്ടുള്ളൊരു ഇമെയിൽ അവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു പേര് അവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം hasina456@gmail.com എന്ന് അടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ആ ഒരു ഇമെയിൽ ഐ ഡി അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ ക്രിയേറ്റ് അക്കൗണ്ട് കാണാം. അപ്പോൾ അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഫോർ മൈ പേഴ്സണൽ യൂസ്, ഫോർ വർക്ക് ഓർ മൈ ബിസിനസ് എന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഫോർ മൈ പേഴ്സണൽ യൂസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് അവിടെ നമുക്ക് ഫസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നെയിം നമ്മൾ എന്താ വെച്ചാൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഹസീന എന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ലാസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ നമ്മൾ എന്താ വെച്ചാൽ ലാസ്റ്റ് നെയിം കൊടുക്കുക. പിന്നെ ഇവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതാണ് മന്ത് എന്ന് വെച്ചാൽ ആ മന്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ വർഷം എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ചോദിക്കുന്നത് ജെൻഡർ ആണ് കേട്ടോ. നമ്മൾ ഏത് ജെൻഡർ വെച്ചാൽ ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ, മെയിൽ ആണെങ്കിൽ മെയിൽ. അത് അവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മുന്നുണ്ടായ ഗൂഗിൾ ഐ ഡി ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് എന്താക്കുക, ക്രിയേറ്റ് എ ജിമെയിൽ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജിമെയിൽ അഡ്രസ്സ് എന്താ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇതല്ല കേട്ടോ കറക്റ്റ്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ കൊടുക്കുന്നതാണ്. അപ്പോൾ hasina456@gmail.com എന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ വന്നില്ല, എന്താ അപ്പോൾ അതിനെന്തോ ഒരു ഇൻകറക്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഈ ഒരു പിന്നെയും എടുത്ത ജിമെയിൽ ഐ ഡി അടിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് പൊതുവെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ അപ്പോൾ അതിൻ്റെ താഴെ ഒരു യൂസ് മൊബൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ യൂസ് മൊബൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഓൾറെഡി അവിടെ നമ്പർ ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ നമ്പർ കാണിക്കട്ടോ. അപ്പോൾ യൂസ് നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് വേറൊരു സ്ക്രീൻ തെളിഞ്ഞു വരും കേട്ടോ.
അപ്പോഴേക്കും ഒരാൾ ഉറങ്ങി തൂങ്ങിയാന്ന് വെച്ചിട്ട് മൂടാകെ മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അധികം മനസ്സിലിട്ടാണ് പെട്ടെന്ന് തന്നെ വീഡിയോ പറഞ്ഞു തീർക്കട്ടെ, അല്ലെങ്കിൽ സമ്മതിക്കില്ല, ഫുള്ള് കരച്ചിലായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ അവിടെ പാസ്വേഡ് ചോദിക്കട്ടെ. അപ്പോൾ പാസ്വേഡിൽ നമ്മൾ എന്താണോ പാസ്വേഡ് ഉദ്ദേശിക്കുന്നത് അത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു നെയിമും അതുപോലെ കുറച്ച് നമ്പേഴ്സും കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതാണ് നമ്മൾ ഏതാണോ നമ്മൾ ഓർത്തിരിക്കുന്നത് അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. മറന്നു പോകാണ്ടിരിക്കുക. ഈ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡും ഒന്നും തീരെ മറന്നു പോകാണ്ടിരിക്കുക. അപ്പോൾ ഇതവിടെ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടോ, യുവേഴ്സ് ഇൻ കൺട്രോൾ. അപ്പോൾ അതിൻ്റെ നേരെ താഴെ കുറേ അതിനെ പറ്റിയുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് വായിച്ച് നോക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. വായിച്ച് നോക്കിയിട്ട് ഐ എഗ്രി കൊടുക്കുക കേട്ടോ. ഐ എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അതൊന്ന് ലോഡായി വരട്ടെ. ലോഡായി വന്നതിന് ശേഷം ലോഡാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ആ എടുത്ത ചാനലിൻ്റെ പേര് കാണിക്കുന്നുണ്ട് കേട്ടോ, ഹസീന കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ എടുത്ത ചാനൽ. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് ആ ഒരു ഇമെയിൽ ഐ ഡിയിലൂടെ നമ്മുടെ ചാനൽ നമുക്ക് എങ്ങനെ എടുക്കാം എന്നുള്ളത് കാണിക്കാം കേട്ടോ ഞാൻ. അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരെ നമ്മുടെ ഗൂഗിൾ ക്രോമിൽ പോവുക. ഗൂഗിൾ ക്രോമിൽ പോകുമ്പം യൂട്യൂബ് സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ അവിടെ കാണാം ഒരു ഓപ്ഷൻ യൂട്യൂബ് സ്റ്റുഡിയോ. ഫസ്റ്റ് തന്നെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് അതിൻ്റെ താഴെ കാണാം കേട്ടോ. അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആ സൈഡിൽ 3 ഡോട്ട് ഐക്കൺ ഉണ്ടാവും. ആ ഡോട്ട് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കുറച്ച് സ്ക്രോൾ ചെയ്താൽ നമുക്ക് കാണാം ഡെസ്ക്ടോപ്പ് സൈറ്റ്. അത് എടുക്കട്ടോ. അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മുടെ ചാനൽ ഡാഷ്ബോർഡ് ഇവിടെ കാണാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ചാനൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ചാനലിൻ്റെ ഡാഷ്ബോർഡ് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും താഴെ നമ്മൾ ആ ഒരു ഐക്കണില്ലേ, ആ ഒരു സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് അവിടെ കാണാം. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ജനറൽ അതുപോലെ തന്നെ താഴെ ചാനൽ എന്നുള്ള ആ ഒരു ഓപ്ഷൻ എടുക്കുക. ചാനൽ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നമ്മൾ ബേസിക് ഇൻഫോ എടുക്കുക. അങ്ങനെ ബേസിക് ഇൻഫോയിൽ നമ്മൾ ഒരു നമ്മുടെ കൺട്രി ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് ആക്കുക. അതിനുശേഷം അഡ്വാൻസ്ഡ് സെറ്റിങ്സും പിന്നെ ഫ്യൂച്ചർ എലിജിബിലിറ്റി എന്ന് പറഞ്ഞ 2 ഓപ്ഷനും കൂടി കാണിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഫ്യൂച്ചർ എലിജിബിലിറ്റി എടുത്തതിന് ശേഷം നമുക്ക് കാണാം അതിൽ 3 സംഭവങ്ങൾ വരുന്നുണ്ട് കേട്ടോ. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 3 കോളം നമുക്ക് അവിടെ കാണാം. ആ കോളത്തിൽ രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുക, ഇൻക്രെഡിറ്റബിൾ ഫീച്ചേഴ്സ് അങ്ങനെ എന്താണ്. ആ രണ്ടാമത്തെ ഓപ്ഷൻ എടുത്താൽ നമ്മൾ അതിലുള്ള ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടെ നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ കാര്യമായിട്ട് നമുക്ക് നമ്മുടെ നമ്പർ വെരിഫൈ ചെയ്യണം. യുവർ നമ്പർ വെരിഫൈ എന്ന് കാണിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അപ്പോൾ ഇതിലിവിടെ ഓൾറെഡി നമ്പർ വെരിഫൈ ആയതുകൊണ്ടിട്ട് യെസ് നമ്പർ വെരിഫൈ എന്നാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് നമ്പർ വെരിഫൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് അതിൽ നമ്മുടെ നമ്പർ ചോദിക്കുക. അപ്പോൾ നമ്മുടെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ വെച്ചാൽ നമുക്കൊരു OTP കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അതും കൂടി എൻ്റർ ചെയ്ത് കൊടുത്താൽ നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ വെരിഫൈ ആവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഞാനും എൻ്റെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ രണ്ടാമത് ഞാൻ കാണിച്ച സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്പർ എങ്ങനെ വെരിഫൈ ചെയ്യണമെന്ന്. കാരണം നമ്പർ വെരിഫൈ ചെയ്താലേ നമുക്കതിൽ പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ചോദിക്കുക എല്ലാവരും വീഡിയോ അപ്പോൾ നമ്മൾ എങ്ങനെ ഇടേണ്ടതെന്ന്. അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളടുത്ത് യൂട്യൂബ് ചാനൽ ഉണ്ടാവില്ല. യൂട്യൂബ് എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും താഴെ ഒരു പ്ലസ് ഐക്കൺ കാണാമല്ലോ. പ്ലസ് ഐക്കണിൽ നമ്മൾ പലതും ഉണ്ട് കേട്ടോ. ഹോം ഉണ്ട്, ഷോർട്സ് ഉണ്ട്, പ്ലസ് ഉണ്ട്, സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്, യു എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നടുവിൽ കാണുന്ന ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തെടുക്കുക. ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 3 സംഭവങ്ങൾ വരും. എന്തൊക്കെയാണെന്ന് 3 അല്ല കേട്ടോ 4 ഓപ്ഷൻസ് ഉണ്ട്. അതിലൊന്ന് എനിക്ക് പറയാൻ വിട്ടതാണ് കേട്ടോ, പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ പോസ്റ്റിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. നമ്മളെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടൊക്കെ ഇടാം കേട്ടോ. ഷോർട്സ് വരും, അതുപോലെ ലോങ് വീഡിയോസിൻ്റെ ലോങ് വരും, പിന്നെ വെച്ചാൽ ലൈവും വരും. അപ്പോൾ ഈ 3 എണ്ണത്തിൽ നമുക്ക് ഏതാണോ എടുക്കേണ്ടത്. അപ്പം തുടക്കത്തിലൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോസും പിന്നെ വീഡിയോസ് തന്നെ ഇടുള്ളൂ. ലൈവൊന്നും അങ്ങനെ ആരും പോകുമെന്ന് തോന്നണില്ല. പിന്നീടായിരിക്കും ലൈവൊക്കെ പോവുക. പക്ഷേ ലൈവൊന്നും ഞാനും ഇതുവരെയായിട്ട് പോയിട്ടില്ല കേട്ടോ. ഞാൻ വീഡിയോസ് തന്നെ ഇടാറുള്ളൂ. അപ്പോൾ ആ പ്ലസ് ഐക്കൺ നിൽക്കിയാൽ വീഡിയോസോ ഷോർട്സോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നേരെ നമ്മുടെ ഗാലറി കാണിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോസ് ഉണ്ടാവില്ല, ആ വീഡിയോ എടുത്തിട്ട് നമുക്ക് അതിൽ ലോങ് വീഡിയോസിലോ ഷോർട്ട് വീഡിയോസിലോ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ അപ്ലോഡ് ആക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു ചാനൽ തുടങ്ങിയാലുള്ള സംഭവങ്ങളൊക്കെ. വലിയ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ സംഭവം ഇട്ടൊക്കെ തോന്നും, പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ഈ സ്ക്രീൻ റെക്കോർഡർ കണ്ടിട്ട് ചെയ്തോളാം കേട്ടോ. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല. എന്താ വെച്ചാൽ ആൾക്കാരൊക്കെ ഇവിടെ ഉറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദാൻ ടേക്ക് കെയർ, ബൈ.